ഇപ്പൊ തന്നെ നമുക്ക് നബീലെ നമസ്കാരം. എല്ലാവരും കൂടെ ഉണ്ടല്ലോ, നമുക്ക് ഇപ്പൊ നമസ്കാരം. സംവാദം സെർച്ച് ചെയ്തല്ലോ ഇപ്പൊ തന്നെ ആ നിങ്ങൾ നഹാസ്ക മോഡാണല്ലോ. നിങ്ങൾ ദമു എന്ത് പറ്റിയടാ? ഏയ് ചായ നെറുകം തലേ കയറി ബ്ലോക്ക് ആയതാ. നഹാസ്ക മാത്രം മോഡ്, ഞാനും എക്യുപ്പും മാത്രം ഇരിക്കും. അപ്പൊ എക്യുപ്പ് എന്തെങ്കിലും വന്ന സ്ഥിതിക്ക് നമുക്ക് സംസാരിക്കാം. ഓക്കെ, വിട്ടില്ലേ? നബീലിന് അഥവാ എക്യുപ്പിനോട് സംസാരിക്കണമെങ്കിൽ എക്യുപ്പിന്റെ റൂമിൽ ധൈര്യമായിട്ട് പോരെ. നോ പ്രോബ്ലം. ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും പോകുന്ന ഇവിടെ അതല്ല, ഇതിലും കൂടുതൽ ആളെ ഞാൻ അപ്പുറത്ത് വരുത്താം. ശരി, സംവാദ വ്യവസ്ഥ അറിഞ്ഞ ആള് കൂടേണ്ട ആവശ്യമില്ലല്ലോ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇതിപ്പോ ഒരു എന്താണ് എക്യുപ്പ് തന്നെ ഇങ്ങോട്ട് വിളിച്ചു നമുക്ക് മനസ്സിലാക്കി കളഞ്ഞല്ല. പിന്നെ രീതി വാട്ട് ഈസ് ദിസ്? കുറച്ചേരാ പുഴയിലേക്ക് നോക്കിന്നോ. ആള് കൂടേണ്ട ആവശ്യമില്ലല്ലോ, ഞാനും എക്യുപ്പ് മാത്രം പോരെ. നഹാസ്ക ഇവിടെ ഉണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നബീല് ഭായ്, നമുക്ക് ഒരാളെ ഫോഴ്സ് ചെയ്തിട്ട് ഒന്നിലോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല. മൂപ്പര് താല്പര്യമില്ലെങ്കിൽ ആ വഴിക്ക് വിട്ടേക്കുക, അതല്ലേ വേണ്ടത്. എന്തായാലും നഹാസ്ക യവന്മാർക്കാനുള്ള ഗട്സ് ഇല്ല. പേടി തൂറികള് ആണോ? അല്ല, ഞാൻ റെഡിയാണ്. എക്യുപ്പ് അല്ലെങ്കിൽ പിന്നെ നിർബന്ധിക്കും. എനിക്ക് തുള്ളൽ പനിയാ. ഞങ്ങൾക്ക് സ്വീകാര്യനാണ്. എക്യുപ്പിനും ഓക്കെ. എക്യുപ്പിന് ഹാസ്ക ഓക്കെ അല്ലേ? എല്ലാം തകർന്നു, പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. അല്ല, എക്യുപ്പിന്റെ റൂമിലോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. എക്യുപ്പിന്റെ റൂമിന്റെ പുറത്തല്ലേ നമ്മൾ വ്യവസ്ഥ ചർച്ച ചെയ്യേണ്ടത്. നഹാസ്ക ആണെങ്കിൽ നിങ്ങൾക്കും സ്വീകാര്യനാണ്, എനിക്കും സ്വീകാര്യനാണ് നഹാസ്ക. എന്തോന്നടാ ഇതൊക്കെ നാണക്കേട്. വ്യവസ്ഥ ചർച്ച ചെയ്യുക, ഡേറ്റ് തീരുമാനിക്കുക, ടൈം സ്ലോട്ട് തീരുമാനിക്കുക, ഡേറ്റ് ഫിക്സ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. എന്താ പ്രശ്നം? പറയാനുള്ള കാര്യം ഞാൻ അവിടെ പറയും. എന്നെ മാനസികമായിട്ട് തകർക്കാൻ ആർക്കും പറ്റില്ല. പോലെ എക്യുപ്പ് ഇപ്പൊ സംസാരിക്കുക. എന്താണ് പ്രശ്നം? എന്താണ് എക്യുപ്പ് പോയി? ഈ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പൊതുവെ ഉള്ള ആ ഒരു ഉളത്തരുണ്ടല്ലോ, ദോഷം പറയരുതല്ലോ, അത് നിനക്ക് ഇത്തിരി കൂടുതലാ കേട്ടോ. പക്ഷെ നല്ലൊരു അവസരമായിരുന്നു പുള്ളി, അതും കുളമാക്കി. ഇതുപോലും ചെയ്യില്ല എന്ന് വാശി പിടിച്ച് എക്കോ ചെമ്പറിൽ ഓടി പോകുന്ന ആൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നഹാസ് ഭായി, സജി വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ.